അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഒരു സ്കാനിങ് ചെയ്യാം, എന്നിട്ട് അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് മാമോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഡോക്ടർ പറഞ്ഞു ഫുൾ ബോഡി റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എടുക്കാണ്ട് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മേനെ കൂടി കൊണ്ടുവന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചേട്ടാ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോഴേ ബ്രസ്റ്റിലൊരു തടിപ്പ് പോലെ കണ്ടിട്ട് അന്നത് എന്താ പറയുക നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ക്യാൻസറിൻ്റെ ഒന്നല്ലായിരുന്നു. അച്ഛൻ്റെ ആഗ്രഹത്തിനൊത്ത് അവിടേക്ക് വരാൻ പറ്റിയില്ലോ എന്നുള്ളൊരു വിഷമമാണ് പിന്നീട് തോന്നിയത്. നമ്മുടെ ഈ കൊട്ടയിൽ തികയില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വായോട്ടാ, ഇപ്പം വരാട്ടാ. അമ്മയുടെ കുട്ടികൾ ഇവിടെ നിൽക്കട്ടാ. അപ്പം നോക്കിയേ, നമ്മുടെ ഈ റംബുട്ടാൻ കണ്ടോ, ഇന്നത്തെ റംബുട്ടാനൊക്കെ കഴിഞ്ഞു കേട്ടാ. ഈ റംബുട്ടാനാണ് മഞ്ഞ റംബുട്ടാൻ. ഈ വർഷം റെഡ് കളറായിരുന്നു പറഞ്ഞില്ലേ, അത് ഈ റംബുട്ടാൻമാരായിരുന്നു. അപ്പോൾ ഇതുമത്തെ ആ നെറ്റൊക്കെ ഊരി കളഞ്ഞു നമ്മൾ. ഇപ്പം ഞാൻ വന്നിട്ടുള്ള എന്തിട്ടാണെങ്കിലേ നോക്കിയേ, വലിയൊരു കായക്കൊല കേട്ടോ. അതാ നേന്ത്രക്കൊല, നല്ല വലിപ്പമുള്ള കൊലയാ. അപ്പോൾ ഇതിൻ്റെ വാഴക്കൊപ്പരയാണെങ്കിലോ നല്ല വലിപ്പമുള്ള ഒരു കൊപ്പരം കൂടി ആയിരുന്നു. പക്ഷെ ഞാൻ തോട്ടുകൊണ്ടൊന്നും അത് പിടിച്ച് വലിക്കാൻ നിന്നില്ല. വെല്ല തിരിഞ്ഞ് ഇപ്പോൾ ഈ മഴയുടെ ഒരു ടൈമല്ലേ, വെല്ല കടപുഴകി വലിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായല്ലോ എന്ന് വെച്ചിട്ട് ഇപ്പോൾ ഇതാ ഒരു ചയറുമ കയറി നിന്നാലും നമുക്ക് കൊപ്പറ പൊട്ടിച്ചെടുക്കാം. അപ്പം അത് നമുക്ക് പൊട്ടിച്ചെടുക്കാം കേട്ടാ. വാഴക്കൊപ്പറ തോരൻ വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. ഉറപ്പിച്ച് വയ്ക്കട്ടെ. ഓടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓടിക്കാൻ പറ്റി. എന്തൊരു വലിയ കൊപ്പറയായിരുന്നു അറിയത്. കണ്ടോ, അത്രയും നീണ്ടു വന്നു. എന്നിട്ടാണ് കിട്ടിയത് നമുക്ക്. നല്ലൊരു കായക്കൊലയാട്ടാ. പിന്നെ ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഞങ്ങൾക്കൊരു എന്താ പറയുക, ജൂൺ 23 പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷവും എന്നാൽ വലിയൊരു ദുഃഖവും സമ്മാനിച്ചൊരു ദിവസമാണ് ജൂൺ 23. അത് എന്താണെങ്കിൽ സന്തോഷമുള്ള കാര്യം എന്താണെങ്കിൽ എൻ്റെ മോൻ 10th കഴിഞ്ഞ് +1 സീറ്റ് നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ അവന് ആഗ്രഹം തന്നെയായിരുന്നു തൃശ്ശൂർ വിഭവോദയം സ്കൂളിൽ പഠിക്കണം എന്നുള്ളത്. അങ്ങനെ അവിടെ സീറ്റ് കിട്ടി. അങ്ങനെ ആ ഒരു ദിവസം നമ്മൾ മോനെ ചേർത്താൻ പോണ ഒരു ദിവസം. ഏറ്റവും വലിയ ദുഃഖം എന്താണെങ്കിൽ ഈ ജൂൺ 23 ഇവിടെ ഞങ്ങളുടെ അച്ഛൻ, അതായത് ഷായേട്ടൻ്റെ അച്ഛൻ ഞങ്ങളെ വിട്ടുപോയ ഒരു ദിവസം കേട്ടോ. അപ്പോൾ ജൂൺ 23 പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക അന്നത്തെ ആ ദിവസങ്ങളാണ്. പെട്ടെന്ന് ഇങ്ങനെ മുന്നിൽ കൂടെ കടന്നു പോവാം. അപ്പോൾ അച്ഛനെ കുറിച്ച് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത് എന്താണെന്നറിയും, ഇവിടെ അച്ഛന് 7 മക്കളാണ്, 6 ആണും 1 പെണ്ണും. ഞാനാണെങ്കിൽ 4ാമത്തെ ആളുടെ ഭാര്യയായിട്ടാണ് വന്നിട്ടുള്ളത് ഇവിടെ. അപ്പോൾ കല്യാണം കഴിഞ്ഞ അന്ന് മുതലേ നമ്മൾ പറയുമല്ലോ, എൻ്റെ അച്ഛൻ്റെ അമ്മേരെ കൂടെ ജീവിച്ചേക്കാളും കൂടുതൽ വർഷം ജീവിച്ചത് ഇവിടെ അച്ഛൻ്റെ അമ്മേൻ്റെ കൂടെയാണ്. കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് അച്ഛൻ്റെ അമ്മേൻ്റെ കൂടെയുണ്ട്. അപ്പോൾ നമ്മൾ വീട് വെച്ച് മാറുകയാണ്. അപ്പോൾ ആ സമയത്ത് അച്ഛൻ പറയുകയാണ് എന്നോട്, ഞാൻ നിൻ്റെ കൂടെയാണെന്ന്. അങ്ങനെ വന്ന് അച്ഛന് ഇഷ്ടപ്പെട്ട റൂം നമ്മൾ വീട് വെച്ചപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഈ റൂമായിട്ട് എൻ്റെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്താ പറയുക, സന്തോഷത്തോടുള്ള ഒരു ജീവിതമായിരുന്നു ഞങ്ങളുടെ. അങ്ങനെ ഒരു 14 വർഷം കഴിഞ്ഞപ്പോട്ടാ നമുക്ക് വീട് ഒത്തിരി കൂടി സൗകര്യം കൂട്ടണമെന്ന് തോന്നി. കാരണം അതെന്താണെങ്കിൽ മക്കളൊക്കെ വലുതായി. പിന്നെ അത് മാത്രമല്ല, കുട്ടികൾ നമ്മുടെ അച്ഛൻ്റെ പെങ്ങന്മാർ അല്ലെങ്കിൽ ബാക്കി അമ്മയുടേതായ ബന്ധുക്കൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവരൊക്കെ ഇവിടെ താമസിക്കുക. അപ്പോൾ സൗകര്യക്കുറവ് വന്നു തുടങ്ങി നമുക്ക് റൂമിൻ്റെ. അപ്പോൾ തോന്നി മുകളിലേക്ക് 2 റൂം എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ വീട് പണി തുടങ്ങി. വീട് പണി തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന് ശ്വാസം മുട്ടുണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛനെ പൊടിയൊന്നും കാര്യങ്ങളൊന്നും പറ്റില്ല. നമ്മളാണെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് സ്റ്റെയർ കേസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അടിയിലും പൊളിക്കണം, അങ്ങനെ കുറേ പണികൾ വന്നു. അപ്പോൾ പിന്നെ അച്ഛനെ എന്തായാലും മാറി നിൽക്കാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഷായിന് നേരത്തായുള്ള അനിയൻ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവാറുണ്ട്, വരും. അപ്പോൾ അങ്ങനെ അവർ വന്നപ്പോൾ അവരോട് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ വീട് പണി നടക്കുകയാണ്. അപ്പോൾ അച്ഛനെ എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ കൊണ്ടുപോയി അച്ഛനേട്ടാ. അങ്ങനെ നമ്മളോട് വീട് പണി അവർ പറഞ്ഞത് ഒരു 6 മാസം കൊണ്ട് തീർത്ത് തരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് വിചാരിച്ചപ്പോൾ നമുക്കറിയാലോ, പണി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പണിക്കാർ അവരെ കയ്യിൽ കിട്ടിയ പിന്നെ അവർ പറയണ പോലെ നമ്മൾ കേൾക്കണമല്ലോ, അങ്ങനെയാണല്ലോ ആയിരുന്നത്. അതിൽ മാക്സിമം സ്പീഡിലൊക്കെ ഒരു പണിതിരുന്നു എന്നുള്ളത് അവർ. എന്നിട്ട് അങ്ങനെ ഒരു 9 മാസത്തേക്കാളും കൂടി നമ്മുടെ വീട് പണി. അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും പനീൻ്റെ വീട്ടിൽ പോയാലും എന്ന് അച്ഛൻ ഇങ്ങോട്ട് വരും കേട്ടോ. കാരണം അച്ഛന് ഇവിടേക്ക് വരാണ്ട് എന്ന് വെച്ചാൽ അച്ഛൻ്റെ ആൾക്കാരൊക്കെ ഇവിടെയാണ്. കാരണം ഒരു റെമോ എന്ന് പറഞ്ഞിട്ടൊരു നായ ഉണ്ടായിരുന്നു നമുക്ക്. അവൻ എങ്ങനെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ കുറേ വിശേഷങ്ങൾ പറഞ്ഞാൽ അവിടേക്ക് എത്തുള്ളൂ, അതാണ് കുഴപ്പം. അവൻ എങ്ങനെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോ വളർത്തിയിരുന്ന ഒരു നായയായിരുന്നു. ആ നായ
ഇങ്ങനെ നമ്മുടെ അവിടേക്ക് ഇങ്ങനെ കടന്നു വന്നു. എന്നിട്ട് ഇതിങ്ങനെ ഇരിക്കട്ടെ, വലിപ്പമുള്ളൊരു നായ, നമുക്ക് കണ്ടാൽ പേടി തോന്നും. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന് മുന്നേ നായകളൊക്കെ ഉണ്ടായിരുന്ന കാരണം എൻ്റെ അടുത്ത് കിടക്കണവർ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ പേടി വരാറില്ല. അപ്പോൾ ഞാൻ അവനങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ പതുക്കെ അവനെ അടുത്തേക്ക് ഇങ്ങനെ ചെന്നപ്പോൾ എനിക്ക് തോന്നിയ ആൾ വലിയ പ്രശ്നമുള്ള ആളല്ലാന്ന്. അങ്ങനെ അവനെ എന്താ പറയുക കൊണ്ടുവന്ന് ചങ്ങലയ്ക്ക് ഇട്ടു. അങ്ങനെ അച്ഛൻ്റെ ഇഷ്ടത്തിന് ഒരു നായക്കൂടും പണിതു. പിന്നെ അച്ഛൻ്റെ ഇഷ്ടത്തിന് പണിതാണ് നമ്മുടെ ഫ്രണ്ടിൽ ഒരു എന്താ പറയുക ഉരുളി പോലെ, ഉരുളി എന്നല്ല പറയാ, ചിരക്ക്, അത് ഞാൻ കാട്ടിത്തരാം കേട്ടോ. അങ്ങനെ ഒരു ചിരക്ക് പണിതു. അപ്പോൾ അതിൽ അച്ഛന് ഷാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീൻ, അതൊരു 1000 എണ്ണം ഉണ്ടായിരുന്നു, നല്ല ഭംഗിയായിട്ടാണ് കാണാൻ. അപ്പോൾ അങ്ങനെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അനിയൻ്റെ വീട്ടിൽ പോയാൽ അച്ഛൻ എന്നും ഇങ്ങോട്ട് വരും. പിന്നെ ഇവിടെ ഇരുന്ന് നമ്മുടെ ഫ്രണ്ടല്ലേ വീട്, എവിടെ ഇരുന്ന് എല്ലാ വിശേഷങ്ങളും കാണാൻ കേൾക്കാം. അങ്ങനെയൊക്കെ ആയിട്ട് അച്ഛൻ എന്നും വരും, വന്ന് ചായക്കും കുടിച്ച് വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് പോവും. അങ്ങനെ ഇതേപോലെ തന്നെ ഒരു ദിവസം അച്ഛൻ വരാം കേട്ടോ. അച്ഛൻ വന്നിട്ട്, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വീട് പണി തുടങ്ങിയിട്ട് ഒരു 9 മാസമായിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ദിവസം അച്ഛൻ വന്നപ്പോൾ അച്ഛൻ പറയാണ്, അതെ നമുക്കൊന്ന് മുകളിലേക്ക് കയറി നോക്കാമെന്ന്. അപ്പോൾ ആ ഒരു മാസം ഇവിടെ നമ്മളവിടെ ഡെങ്കിപ്പനി ഭയങ്കരമായിട്ട് ഈ ഒല്ലൂർ പടർന്ന് പിടിച്ച സമയമായിരുന്നു. ആ ടൈമിൽ ഷായേട്ടനും കിട്ടി ഡെങ്കിപ്പനി, എനിക്കും കിട്ടി. ഷായേട്ടൻ പക്ഷെ ഒരു മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നു കേട്ടോ. ഷായേട്ടന് പ്ലേറ്റൊക്കെ കയറ്റേണ്ട വന്നു. എന്നിട്ടാണ് ഷായേട്ടന് അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരാൻ പറ്റിയത്. അപ്പോൾ ആ ഒരു മാസം കൂടി നമ്മുടെ പണി ബെൻഡിങ്ങിലായി, പണിക്കാർക്ക് പണിയാൻ പറ്റാണ്ട് നിന്നു. അപ്പോൾ അങ്ങനെ, അപ്പോൾ എനിക്ക് ഡെങ്കിപ്പനി വന്നപ്പോൾ ഇതേപോലെ വലിയ സീരിയസ് ആയില്ല. പക്ഷെ ഡോക്ടർ പറഞ്ഞു ഫുൾ ബോഡി റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കാണ്ട് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അങ്ങനെ അമ്മ അവിടെ നിന്നു. അങ്ങനെ അച്ഛൻ വരുമ്പോൾ പറയുകയാണ്, ഇപ്പം ഞാൻ അമ്മ ഉണ്ടായിരുന്നു, ഷായേട്ടൻ കടയിൽ പോയ ദിവസമായിരുന്നു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ 2 പേരും എൻ്റെ പിന്നിലായിട്ട് ഇങ്ങനെ നിന്നാൽ മതി, ഞാൻ പതുക്കെ കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിൽ പോയി. അച്ഛൻ വീട് പണിയും കണ്ടു. അപ്പോൾ ലാസ്റ്റ് ഫിനിഷിങ് ആണ് ആ സമയം, 9ാമത്തെ മാസം ഫിനിഷിങ് പറഞ്ഞാൽ നമ്മുടെ പോളിഷ് പണി മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളവിടെ പണിക്കാരോട് ചോദിച്ചു, ഇനിയിപ്പോൾ പോളിഷ് പണിയല്ലേ ഉള്ളൂ, അപ്പോൾ അച്ഛൻ ഇങ്ങോട്ട് കൊണ്ടിട്ടേ. അച്ഛനാണെങ്കിൽ ഇങ്ങോട്ട് വരാനായിട്ട് ധൃതിയായി, കാരണം അല്ലെങ്കിൽ വടി കുത്തി പിടിച്ച് നടക്കണ അച്ഛനാണ്, എന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ടേ. അപ്പോൾ അവർ പറഞ്ഞു, എന്തിട്ടേലും ഇത് കഴിഞ്ഞിട്ട് ചേച്ചി കൊണ്ടുവന്നാൽ മതി, കാരണം എന്താണെങ്കിൽ ശ്വാസം മുട്ടുള്ളതല്ല അച്ഛനെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ അച്ഛൻ മോളെ കയറിയിട്ട് ഈ പണിക്കാരവിടെ ഇരുന്ന് ഇങ്ങനെ പോളിഷ് പണി നടത്തുന്നുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞു, എന്തിട്ടെൻ്റെ പിള്ളേരെ നിങ്ങളൊന്ന് പണി നിർത്തി ഇവിടുന്ന് പോവാറായില്ലെന്ന് അവരോട് ഇങ്ങനെ തമാശ രീതിയിൽ ചോദിക്കുന്നുണ്ട് അച്ഛൻ. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ ശിവൻകുട്ടിയായിട്ട് ഒരാഴ്ച കൂടി ക്ഷമിക്കുക, അതുകൂടി കഴിഞ്ഞ് ശിവൻകുട്ടിയായിട്ട് ഇങ്ങോട്ട് വരാമെന്ന് അവർ പറയുകയും ചെയ്തു. അങ്ങനെ അവരുടെ അടുത്ത് കുറച്ച് തമാശകളൊക്കെ പറഞ്ഞ അച്ഛൻ അവിടെ ഇരുന്നു. എൻ്റെ അമ്മയുണ്ടല്ലോ ചായക്കും കുടിച്ച് അങ്ങനെ ഇരിക്കാട്ടാ. ഇരിക്കുമ്പോൾ അച്ഛൻ പിന്നീട് പെട്ടെന്ന് എന്നോട് പറയണേ, അതെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഇന്ന ഭാഗത്താട്ടോ എന്നെ അടക്കം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പോലീസ് പണിക്കാരും പറഞ്ഞു, എൻ്റെ ശിവൻകുട്ടിയായിട്ട് എന്തിട്ട് വർത്താനം പറയണേ, ശിവൻകുട്ടിയായിട്ട് ഇനിയും ജീവിക്കും ഒരു 10 കൊല്ലം കൂടിയും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തമാശയ്ക്കും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അപ്പോൾ പിറ്റേ ദിവസം എൻ്റെ അമ്മയും വീട്ടിൽ പോയി, കാരണം എൻ്റെ ഡെങ്കിപ്പനിക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അമ്മയും വീട്ടിൽ പോയി. അതിൻ്റെ പിറ്റേ ദിവസമാണ് അച്ഛന് ഇതേപോലെ ശ്വാസം മുട്ട് ഭയങ്കര കൂടുതൽ. അപ്പോൾ ഷായേട്ടൻ അലിങ്ങിൻ്റെ വീട്ടിലായാലും എന്നും പോയി അച്ഛൻ്റെ കാര്യങ്ങൾ എന്നും അന്വേഷിച്ചിട്ടൊക്കെ വരും കേട്ടോ. അതേപോലെ അന്ന് ചെന്നപ്പോഴും പറയാണ്, ചെന്നപ്പോൾ അച്ഛന് ഭയങ്കര ശ്വാസം മുട്ടും. അപ്പോൾ അച്ഛനോട് ഷായേട്ടൻ പറഞ്ഞു, ഡോക്ടർക്ക് ബുക്ക് ചെയ്യാട്ടാന്ന് പറഞ്ഞിട്ട് ഡോക്ടർക്ക് ബുക്ക് ചെയ്തപ്പോൾ അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ ഡെങ്കിപ്പനി നടക്കുന്ന കാരണം നിങ്ങൾ രാവിലെ ഒന്നും കൊണ്ടുവരണ്ട, ഞാൻ 12 മണിക്ക് ഹോസ്പിറ്റലിൽ എത്തും, അപ്പോൾ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാണെങ്കിൽ അന്ന് മോനെ ചേർത്താൻ വേണ്ട ദിവസമാണല്ലോ. അപ്പോൾ തന്നെ ഷായേട്ടൻ എന്ത് ചെയ്തു, ഇവിടെ 2ാമത്തെ ചേട്ടൻ്റെ ചെറിയേട്ടൻ്റെ മകനുണ്ട് സഞ്ജു, അന്ന് നന്നായി ഡ്രൈവ് ചെയ്യും. അവരോട് പറഞ്ഞു, ഇങ്ങനെ അച്ചാച്ചനെ എത്ര മണിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ പോയിട്ട് വലിയേട്ടനോടും പറഞ്ഞു ഇങ്ങനെ അച്ഛനെ കൊണ്ടുപോകണം, അപ്പോൾ വലിയേട്ടനും പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനും കൊണ്ട് അവർ 2 പേരും കൃത്യം 11:45 ഇവിടുന്ന് പോയി. അവിടെ ചെന്ന് അച്ഛനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഡോർ വന്നപ്പോൾ അച്ഛൻ ഇങ്ങനെ ചെരിഞ്ഞ് പോവാണ്. അപ്പോൾ തന്നെ ഡോക്ടർ വന്ന് നോക്കിയാൽ BP കുറഞ്ഞു, പിന്നെ സൈലൻ്റ് അറ്റാക്ക്. അങ്ങനെയാണ് അച്ഛൻ വിട്ടുപോയത്. പക്ഷെ എനിക്ക് അച്ഛൻ വിട്ടുപോയാലല്ല സങ്കടം, ഏറ്റവും സങ്കടം എന്നിട്ടാന്ന് അറിയാം, അച്ഛൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മുടെ വീട് മുകളിലേക്ക് എടുക്കുമ്പോഴേ അച്ഛൻ ഒരു കാര്യം പണ്ടായിരുന്നു, അച്ഛൻ്റെ ടോയ്ലറ്റ് അത് 14 വർഷമായി ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ട്രെൻഡിൽ അതായത് പുതിയ ടൈല് പതിക്കണം, പുതിയ ക്ലോസറ്റ് വയ്ക്കണം, അങ്ങനെ കുറേ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടേക്ക് അച്ഛന് വന്ന് അച്ഛൻ്റെ ആഗ്രഹത്തിനൊത്ത് അവിടേക്ക് വരാൻ പറ്റിയല്ലോ എന്നുള്ളൊരു വിഷമമാണ് പിന്നീട് തോന്നിയത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയുമല്ലോ, എനിക്കിപ്പോൾ പാചകം ചെയ്യാനായിട്ട് ഇപ്പോഴായാലും ഒരു 50 പേർക്കൊക്കെ പാചകം ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റണത്, അല്ലെങ്കിൽ നമുക്ക് പൊതിച്ചോറ് ഇത്ര പേർക്ക് കൊടുക്കാനൊക്കെ പറ്റുന്നത് അച്ഛൻ്റെ കൂടെ നിന്ന് നിന്നതാണ്. കാരണം അച്ഛനാണ് എന്നെ ഇങ്ങനെ പാചകം പഠിപ്പിക്കാനും കുറേ പേർക്ക് വെക്കാനൊക്കെ എന്നെ പഠിപ്പിച്ചത്. പിന്നെ അതേപോലെ തന്നെ മഴ തുടങ്ങി, അതേപോലെ തന്നെ ഓണമാകുമ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടില്ല. അച്ഛൻ്റെ നാളെ ചിങ്ങമാസത്തിൽ പൂരാട, ആ ദിവസമാണ് ഒരുമിച്ച് കൂടുക. അപ്പോൾ ഇതേപോലെ ഒരു കൊല്ലച്ഛൻ പറയാണ്, സ്മിത നമുക്ക് 2 പേർക്കും തന്നെ പാചകം വെച്ചാലോ എന്ന്. ആ ഒരു ധൈര്യമൊക്കെയാണ് എനിക്ക് പാചകമൊക്കെ തയ്യാറാക്കാനുള്ള ഒരു ധൈര്യം കിട്ടിയത്. നല്ല മഴ തുടങ്ങി. പിന്നെ അതേപോലെ തന്നെ ആയിട്ടാ അമ്മേരെ കൂടെ നിന്നിട്ടായാലും
ഞാൻ ഈ പണികളൊന്നും എടുക്കാനായിട്ട് ഇപ്പം എന്ത് പണിയാലും എനിക്ക് പറമ്പിൽ ചെയ്യാനോ വെയിറ്റുള്ളത് ചുമക്കാനോ ഒക്കെ ആയിട്ട് പറ്റിയതും അമ്മേരെ കൂടെ നിന്നിട്ടാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനൊക്കെ നല്ല സന്തോഷത്തിൽ ജീവിച്ചതാണ്. പക്ഷേ ഈ ഒരു ആഗ്രഹം മാത്രമാണ് അച്ഛൻ്റെ കാര്യത്തിൽ എനിക്ക് നടത്തി കൊടുക്കാൻ പറ്റില്ലല്ലോ ആഗ്രഹം പറഞ്ഞിട്ട് എന്നുള്ള ഒരു വിഷമം വന്നത് അവിടെയാണ്. പിന്നെ ഞങ്ങൾ എന്നെ ഷായറിനെ സംബന്ധിച്ച് ഞങ്ങൾ അച്ഛൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ. കാരണം അച്ഛനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നായക്കുട്ടികൾ, മീന്, നമ്മൾ ഫിഷ് ടാങ്കൊക്കെ പണിത് അതിന് ശേഷമാണ്. അതൊക്കെ അച്ഛൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം ഞങ്ങൾ എപ്പോഴും നല്ല സംസാരം ഇങ്ങനെ വരുമ്പോൾ പറയാം, ഓ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇതിലേക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ സന്തോഷം കണ്ടെത്തിയെന്ന് പറയും. പിന്നെ നമുക്ക് എന്താ പറയുക ചടങ്ങുകളുണ്ട് ഓരോ വർഷം എത്തുമ്പോഴും. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയാള മാസം നാള് പ്രകാരമാണ് അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടത്താട്ടോ. ഇപ്പോൾ ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് മാസത്തെ ഡേറ്റാണ്. പിന്നെ ജൂൺ 23. ഈ ദിവസമൊന്നും വേറെ ഒന്നും നടത്തില്ല. അതൊക്കെ നാളെ പ്രകാരമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം ബലിയിടാൻ പോവുക അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അന്നും ഇന്നും ഇങ്ങനെ പറമ്പിൽ ഓരോന്ന് ചെയ്തുകൊണ്ട് നടക്കുന്ന ആളാണ്. അപ്പോൾ ഇന്ന് അച്ഛനുണ്ടെങ്കിൽ ഇവരുടെ കാര്യത്തിലൊന്നും എനിക്കൊന്നും ശ്രദ്ധിക്കേണ്ടേ വരില്ല. അച്ഛൻ അതേപോലെ നോക്കാതെ. പിന്നെ ഷാർക്കിനെ വളർത്തുന്ന സമയത്തിട്ട് ഇനിയിപ്പോൾ ആരെങ്കിലും മീൻ വളർത്തുന്നുണ്ടെങ്കിൽ ഞാനൊരു ടിപ്സ് കൂടി പറഞ്ഞുതരാം. അച്ഛൻ അന്ന് ചെയ്തിരുന്നത്, അതായത് നമ്മൾ മീനുകളെ വളർത്തുമ്പോഴേ അച്ഛൻ ഇട്ട് കൊടുത്തിരുന്ന തീറ്റ എന്തിട്ടാണെന്നറിയും, നമ്മുടെ കേസ് കാലിത്തീറ്റില്ലേ, അത് ഇത്ര പോന്ന കഷ്ണം പോലത്തെ അത് ഇട്ട് കൊടുത്തിരുന്നു. പക്ഷെ അത് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ദോഷം കൂടി ഉണ്ട്. മീനുകൾ ഇങ്ങനെ ഓടുമ്പോഴേ വെള്ളം കലങ്ങുമ്പോൾ പൊട്ട സ്മെല്ല് വരും കേട്ടോ. അപ്പോൾ പറമ്പിൻ്റെ അറ്റത്ത് മറ്റുള്ളവർക്കൊന്നും ബുദ്ധിമുട്ടാവാത്ത സ്ഥലത്ത് മീനെ വളർത്തുന്നുണ്ടെങ്കിൽ ഇത് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് വളർച്ചയും വരാറുണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞു തന്നൊരു ടിപ്സ് കൂടി ഞാൻ പറഞ്ഞു തന്നില്ലേ മീൻ വളർത്തുന്നവർക്ക്. പിന്നെ എന്താ അച്ഛൻ ഞങ്ങളങ്ങനെ വിട്ടുപോയി ആ ജൂൺ 23 നമുക്ക് മറക്കാൻ പറ്റില്ല. ഒപ്പം തന്നെ ഞാൻ മോൻ്റെ റിസൾട്ട് ചേർത്താൻ പോയ കാര്യം ഒക്കെ ഇങ്ങനെ കറങ്ങി പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ കൂടെ വരും. ഇപ്പം അച്ഛൻ ഞങ്ങൾ വിട്ടുപോയിട്ട് 9 വർഷമായിട്ടാ. എന്തായാലും ഒരുവിധം നല്ല ഭാഗ്യങ്ങളൊക്കെ അനുഭവിച്ച് പോകാനുള്ള ഭാഗ്യം ഉണ്ടായി അച്ഛന്. അതാണ്. പിന്നെ നല്ല നല്ല ഓർമ്മകൾ. ഞാൻ പറഞ്ഞ പോലെ പാചകത്തിലേക്ക് എനിക്ക് ഇത്രയും ഇൻട്രസ്റ്റ് വരാൻ കാരണം എൻ്റെ അച്ഛൻ തന്നെയായിട്ടാ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ അന്നത്തെ ആ എന്താ പറയുക മരണം ഏറ്റവും കൂടുതൽ ഞെട്ടിയതാരാന്നറിയും, നമ്മുടെ പണിക്കാർ. കാരണം അവരുടെ അടുത്ത് വന്ന് തലേൻ്റെ ദിവസമാണല്ലോ അവരുടെ അടുത്ത് ഇതേപോലെ കോമഡി തമാശയ്ക്ക് പറഞ്ഞു പോയത്. അപ്പോൾ ഭയങ്കര ഷോക്കായിരുന്നു. അതേപോലെ എൻ്റെ അമ്മയ്ക്കല്ലത്. ഞാൻ അമ്മോട് വിളിച്ച് പറയുമ്പോൾ അമ്മയ്ക്കും അമ്മ എന്നെ ചീത്ത പറയായിരുന്നു, എന്നിട്ട് വർത്തന്നെ പറയണേന്ന് പറഞ്ഞിട്ട്. അത്രയും വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല. പിന്നെ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അറിയണില്ല കേട്ടാ. ഞാൻ ഞങ്ങൾ ചേർത്താൻ പോയല്ലോ മോനെയും കൊണ്ട്. ഞാൻ മോനെയും കൊണ്ട് ചേർത്തിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ എന്നെ ഫോണിൽ വിളിക്കണമെന്ന് പറയുന്നത്, എനിക്ക് ഫോണൊന്നും കിട്ടണില്ല. വരുമ്പോൾ നമുക്കിവിടെ രാജീവ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെക്കെന്ന് പറയാം. അവനിവിടെ അത്യാവശ്യം കുറച്ച് പണികൾക്കൊക്കെ അന്ന് വന്ന ടൈം അവിടെ വീട് പണിയൊക്കെ നടക്കണം. കാരണം എപ്പോഴും കുറേ ഓരോ വൃത്തിയാക്കലൊക്കെ ആയിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവൻ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്, ഗേറ്റിൻ്റെ ഭാഗമൊക്കെ ഇങ്ങനെ വൃത്തിയാക്കിയിട്ട്. അപ്പോൾ എന്നോട് കടന്നു വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, ചേച്ചി അറിഞ്ഞില്ലേന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല അറിഞ്ഞില്ല. ഒന്നുമില്ല ചേച്ചി, വീട്ടിൽ പൊക്കോ. പിന്നെ വീട്ടിൽ കയറിയപ്പോഴാണ് വലിയ ഓടി വരികയാണ് എൻ്റെ അടുത്തേക്ക്. അന്നത്തെ കാര്യമൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അച്ഛൻ ജീവിതത്തിൽ കുറേ നല്ല എന്താ പറയുക സന്തോഷങ്ങളൊക്കെ അനുഭവിച്ച് കടന്നു പോയിട്ടുള്ള ആളാട്ടെ ഞങ്ങളുടെ അച്ഛൻ. പിന്നെ ഞാനിവിടെ പാചകത്തിലേക്ക് എത്താനും കാരണം അച്ഛൻ തന്നെ. ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോയി വെക്കാം, നമുക്ക് തോരൻ വെക്കണം വെച്ചിട്ടാ വാഴക്കൊപ്പറയും പരിപ്പൊക്കെ ഇട്ടിട്ട്. പിന്നെ ആ വിശേഷങ്ങളിലേക്ക് പോട്ടാ. അപ്പോൾ ഇതാ നമ്മുടെ വാഴക്കൊപ്പറയും പരിപ്പും മെഴുക്കുപുരട്ടിയായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ വാഴക്കൊപ്പറയും പരിപ്പും ഒരുമിച്ച് തന്നെ കുക്കറിലിട്ട് ഒരു വിസിലടിപ്പിക്കാട്ടോ ചെയ്തത്. എന്നിട്ട് നമ്മുടെ സാധാരണ മെഴുക്കുപുരട്ടി ഉണ്ടാക്കുമല്ലോ, ഉള്ളിയും മുളകും വേപ്പിലയും വെളുത്തുള്ളി എല്ലാം കൂടി ചതച്ച് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ ഇതൊക്കെ അതിലിട്ട് ഇളക്കിയെടുക്കാനായിട്ട് ചെയ്തേ. ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ചിരക്ക അച്ഛൻ്റെ ഇഷ്ടത്തിന് പണിതത്. ഇതിലിപ്പോൾ മീനൊന്നുമില്ല. അതായത് ഇത് പെയിൻറ്റ് ചെയ്യാൻ വന്നപ്പോഴേ അവർ മീനെ ഒരു ചെമ്പിൻ്റെ വട്ടയിലേക്ക് മാറ്റി. അങ്ങനെ ആ മീനുകളൊക്കെ ചത്തു. ഇനി പുതിയതായിട്ട് വീണ്ടും നമുക്ക് വളർത്തി തുടങ്ങണം. ഇന്ന് എനിക്ക് ഒന്ന് പുറത്ത് പോകാനുണ്ട്. അത് ഞാൻ പറയാൻ എന്താ കാരണം എന്നുള്ളത്. അപ്പോൾ അതിന് മുന്നായിട്ട് നോക്കിയേ, നമ്മുടെ ഈ മുളക് അറിയില്ലേ, നമുക്ക് നന്നായിട്ട് മുളക് ഉണ്ടായി കിട്ടിയിട്ടുള്ളതാണ് ഇത് വന്ന്. അപ്പോൾ ഇപ്പോഴും ചില കടയുമ്പോൾ മുളക് നിൽക്കുന്നുണ്ട്. അങ്ങനത്തെ കടകളൊക്കെ നിർത്തും. ബാക്കിയല്ലാത്തതൊക്കെ നമ്മളിതാ പറിച്ച് കളയാണ് കേട്ടോ ചെയ്യണത്. കാരണം നമുക്കൊരാവശ്യത്തിന് ഓടി വരുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉള്ള കുറച്ച് മുളക് ഉണ്ടാവണ കടകൾ നമ്മൾ നിർത്തണത്. പിന്നെ അടുത്തതൊക്കെ വെച്ച് വരുമ്പോഴേക്കും അവരും പോവാറാവും. കാരണം ഇതിപ്പോൾ എത്ര മാസമായി നമുക്ക് ഇതൊന്ന് പൊട്ടിക്കാൻ കിട്ടണം. അപ്പം അങ്ങനെയുള്ള മോശം കടകൾ മാത്രമായിട്ട് ഞാൻ കളയട്ടെ. അപ്പോൾ ഷായേട്ടനാണെങ്കിലേ ഇത് കളഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗം ഒന്ന് പുതിയത് നടാനായിട്ടുള്ള രീതിയിലാക്കി തരും ഷായേട്ടൻ. ഇതൊക്കെ മഴ പെയ്തിട്ട് നിൽക്കണ വെള്ളാട്ടാ.
ഇത് നമ്മള് തത്ത തിന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ടേ അന്നൊരു ആരെങ്കിലും കിട്ടിയില്ലേ, അതാണ്. ഇതൊക്കെ സാവകാശം വൃത്തിയാക്കാം. തൽക്കാലം ഇതിന്റെ മുകളിൽ കയറ്റി വയ്ക്കട്ടെ. വേടിനൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. അച്ഛല്ലേ മുളകും കടയ്ക്ക് വലിക്കുമ്പോഴേ അവിടെ തന്നെ നിൽക്കണേ. ശരിക്കും ഇതുമൊക്കെ മുളക് കിട്ടിയതിന് കണക്കില്ലല്ലോ നമുക്ക്. അത്ര അധികം മുളക് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ടല്ലേ. ഓരോ മുളക് കടി വലിച്ചു കളയുമ്പോൾ ഞാൻ വിചാരിക്കാം എന്തോ ഓരോ മുളക് പൊട്ടിച്ചത് അത് നോക്കിന്ന്. അപ്പം ഞാൻ ഒരുവിധം എന്താ പറയുക കടകളൊക്കെ വലിച്ചു കൊടുത്തു കഴിഞ്ഞു. അപ്പം അതൊക്കെ ഷായിട്ട് മണ്ണിട്ട് നിർത്തി ബാക്കിയൊക്കെ അതിൻ്റെ ഇടയിൽ നമ്മൾ മുളകും തൈ തന്നെയായിട്ട് അതാണ് വിചാരിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ ഇതാ ചോളം ഉണ്ടായിട്ടും പയറുണ്ടായിട്ടും കുറച്ച് ഭാഗമുണ്ട്, അതുകൊണ്ട് വൃത്തിയാക്കി എടുക്കട്ടെ. പണ്ടത്തെ പോലെയുള്ള ശക്തിയായിട്ടുള്ളൊരു മഴയൊന്നും പെയ്തു തുടങ്ങിയിട്ടില്ല ഏട്ടാ നമുക്കിവിടെ. നമ്മളെ ഇവിടെ ഒരു ചാല് കോരിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കണ്ടോ അടിച്ച് വരണ ചവറ് മുഴുവൻ കൊണ്ടുവന്നിട്ടിട്ട് നോക്കിയേ ഇതേപോലെയായി. ഇനിയിപ്പോൾ നമ്മളിവിടെ വൃത്തിയാക്കണതൊക്കെ ഇതിലല്ലാട്ട് ഇടേണ്ടത്. വേനൽക്കാലം ആകുമ്പോഴേക്കില്ലേ നല്ല അടിപൊളി കമ്പോസ്റ്റായിട്ട് കിട്ടും നമുക്ക്. അതൊക്കെ കിടന്ന് പയറ് നോക്കിയേ, ദേ കണ്ടോ പയറ്. ദേ തത്തമ്മ കണ്ട് നിൽക്കണ പയറാണ്, നല്ല പയറ്. നമ്മുടെ ഇതും അങ്ങോട്ട് തന്നെ എടുത്തിട്ടെ. അപ്പോൾ നോക്കിയേ ഒരൊറ്റ ഭാഗം ഇതാ വൃത്തിയാക്കൽ കഴിഞ്ഞു നമ്മുടെ കേട്ടാ. ഇനി എന്തെങ്കിലും നട്ട് കൊടുക്കും നമ്മൾ നല്ല ഭംഗിയില്ല. കാരണം എന്താണെങ്കിൽ ഇനിയിപ്പോൾ ഷായിട്ട് ഇതൊക്കെ ചെത്തി വൃത്തിയാക്കും. പിന്നെ നമ്മൾ കുമ്മായൊക്കെ ഇട്ട് ഒരാഴ്ചയൊക്കെ ഇടണല്ലോ, അപ്പോൾ അതൊക്കെ ചെയ്ത് വയ്ക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറമ്പിലത്തെ പണികളൊന്നും വേറെ കുറേ ചെയ്യണമൊന്നുമില്ല. എന്താണെങ്കിലേ എനിക്കിന്ന് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകണം. അതായത് വേറെ ഒന്നുമല്ല, ഒരു ടെസ്റ്റ് നടത്താൻ വെച്ചിട്ടാണ് പോണത്. കാരണം എൻ്റെ റിലേറ്റീവ്സിലെ ഒരു കസിന് എന്താ പറയുക ബ്രസ്റ്റിലൊരു മുഴ കണ്ടിട്ട് അത് ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസറാണെന്ന് അറിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബ്രസ്റ്റൊക്കെ ഒന്ന് ഞാൻ തന്നെ എന്താ പറയുക നമ്മൾ ഡോക്ടർമാർ പറഞ്ഞു തരുമല്ലോ ഇന്ന രീതിയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഇടയ്ക്ക് നോക്കണം നോക്കിയമ്മ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ നിപ്പിളിൽ കൂടെ ചെറുതായിട്ട് നമ്മുടെ പാലിൻ്റെ ഒരു കളർ ഇങ്ങനെ വരുന്നത്. നന്നായി പ്രസ് ചെയ്യുമ്പോഴാട്ടോ അങ്ങനെ വരുന്നത്, അല്ലാത്തപ്പോൾ ഇല്ല. അത് 2 ബ്രസ്റ്റിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഡോക്ടർക്ക് ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്ത് അപ്പോൾ 12 മണിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് അതായത് ഇപ്പോൾ ഒരു 24 വർഷം മുന്നേ മോനൊക്കെ ഒന്ന് കുഞ്ഞിതാണ്. അവൻ പാൽ കുടിക്കുന്ന ടൈമിൽ ഇതേപോലെ എൻ്റെ ബ്രസ്റ്റിലൊരു തടിപ്പ് പോലെ കണ്ടിട്ട് അന്നത് എന്താ പറയുക നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ക്യാൻസറിൻ്റെ ഒന്നല്ലായിരുന്നു, നമ്മുടെ ഹോർമോണിൽ വന്നിട്ടുള്ളൊരു ചേഞ്ചാണ്. പക്ഷെ എന്നാലും അങ്ങനെയുള്ള തടിപ്പുകളൊന്നും നമ്മുടെ ശരീരത്തിൽ വയ്ക്കുന്നത് നല്ലതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങനെ നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തടിപ്പും മഴ അങ്ങനെയുള്ളതൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു പാല് പോലെ നിപ്പിൾ കൂടെ ഇങ്ങനെ കണ്ടപ്പോൾ നമ്മളത് ബുക്ക് ചെയ്ത് ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ്. നമ്മൾ ദയയിലത്തെ നീന
പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡോക്ടറെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പം അങ്ങോട്ട് പോയി. കാരണം ഇത് വേറെ പ്രത്യേകിച്ചൊന്നും പറയുമ്പോഴത്തൊന്നും ചെയ്യണമൊന്നുമില്ല കേട്ടാ. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളോടൊക്കെ കണ്ടോ, എല്ലാവരും നല്ല കളിയിലാണ് കണ്ടോ. റൊണാൾഡോ അമ്മയുടെ കോരി ഇത് അമ്മയുടെ കോരി കേട്ടാ. ഇത് അമ്മയ്ക്കുള്ളതാണ്, അടിച്ചു വരാനുള്ളതാണ്. ഇതോടെ ഇരിക്കട്ടെ. അങ്ങനെ നമ്മളിതാ ഹോസ്പിറ്റലിൽ എത്തിയിട്ടാ. അപ്പോൾ എനിക്ക് 60 എൻ്റെ ടോക്കൺ നമ്പർ. അപ്പോൾ ആ ഒരു സമയം കണ്ടിട്ടാണ് നമ്മോട് വരാൻ പറഞ്ഞത്. അത് കാരണം അധികം പെട്ടെന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഡോക്ടറെ. അപ്പോൾ ഡോക്ടറെയൊക്കെ കണ്ടു കഴിഞ്ഞു. നമുക്ക് സ്കാനിങ്ങിന് എഴുതി തന്നിട്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. നല്ല ടെൻഷൻ പിടിച്ചൊരു സമയമാണിത്. അങ്ങനെ സ്കാനിങ്ങൊക്കെ കഴിഞ്ഞു. റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഡോക്ടറെയൊക്കെ കണ്ട് നമ്മളിതാ വീട്ടിലേക്ക് മടങ്ങണം കേട്ടോ. അങ്ങനെ നമ്മളിതാ ഹോസ്പിറ്റലിൽ പോയി എത്തിയിട്ടാ. ശരിക്കും സമാധാനത്തോടുള്ള ഇരിപ്പാണ്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ചെന്ന് നമ്മൾ ഡോക്ടറെ കണ്ടു. ഞാൻ ഡോക്ടറോട് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഒരു സ്കാനിങ് ചെയ്യാം, എന്നിട്ട് അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് മാമോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്നെ സ്കാനിങ്ങിന് വിട്ടു. അപ്പോൾ അവിടെ ഇത്തിരി തിരക്കായിരുന്നു കേട്ടോ. സ്കാനിങ് സ്ഥലത്ത് കുറച്ച് സമയം പോയി. എൻ്റെ ഡോക്ടറെ കാണാനൊക്കെ എനിക്ക് പെട്ടെന്ന് പറ്റി. അങ്ങനെ സ്കാൻ ചെയ്തു. ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ഞാൻ അവിടെ ഡോക്ടറോട് ചോദിച്ചു കേട്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല എന്ന് സ്കാനിങ് ഡോക്ടർ എന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തിരി സമാധാനം എനിക്ക് അപ്പം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അങ്ങനെ ഡോക്ടർ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ നമുക്ക് നമ്മൾ അത്രയും ടെൻഷനുണ്ട് നമ്മുടെ ഉള്ളിൽ. നമ്മൾ എത്ര പുറമേക്കില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ നല്ല ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഡോക്ടർ സ്കാനിങ് റിപ്പോർട്ട് കണ്ടിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ മോളെ ഇതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ, ഒരു പേടിയും പിടിക്കണ്ട, ധൈര്യമായിട്ട് വീട്ടിൽ പോക്കുമെന്ന്. ആ ഒരു സമയം ഉണ്ടല്ലോ നമുക്ക് ആ ഡോക്ടറുടെ വായിൽ നിന്ന് അത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ കണ്ട പോലെയാണ് തോന്നി നോക്കണേ. കാരണം നമുക്ക് ഇപ്പോൾ ഈ രോഗം വരാമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാവർക്കും ഒരു പേടിയുള്ളൊരു രോഗമാണ്. പക്ഷെ ഇപ്പം അതിന് കുറേ മരുന്നുകളൊക്കെ ഉണ്ട്. തുടക്കമൊക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ തന്നെ പേടിക്കും വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ എന്താ പറയുക ഒന്ന് സ്വയം പരിശോധിച്ചതും പിന്നെ ഡോക്ടറെ പോയി കാണാമെന്നുള്ള ഒരു ധൈര്യം കിട്ടിയതു കേട്ടോ. കാരണം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും ഇങ്ങനെ പരിശോധിക്കണമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം തുടക്കമാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് മാറാൻ പറ്റും. ഇപ്പോൾ ഡോക്ടറായാലും അതാ പറഞ്ഞത്, മോൾക്ക് എന്തായാലും അങ്ങനെ സംശയം തോന്നി വന്നുവല്ലോ, അത് നന്നായിരുന്നു. കാരണം ഞാൻ പേടിച്ചിരുന്നു. കാരണം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ ആകപ്പാടെ ഒന്നാ ചിന്തിച്ചത് എന്തെങ്കിലും മുഴയോ തടിപ്പോ ഇതുണ്ടോയെന്നാണ് ഞാൻ നോക്കണ്ടായിരുന്നത്. അതില്ല എന്ന് കണ്ടപ്പോൾ എനിക്കൊരു സമാധാനമായി. പിന്നെയാണ് പെട്ടെന്ന് എൻ്റെ ശ്രദ്ധ നമ്മുടെ നിപ്പിളിലേക്ക് പോണത്. അപ്പോൾ അവിടെ ഇങ്ങനെ പാലിൻ്റെ അംശം കണ്ടപ്പോൾ ശരിക്കും ആ സെക്കൻഡിൽ ഞാൻ നന്നായി പേടിച്ചു. ഡോക്ടറെ കണ്ട് സ്കാനിങ് കഴിയണ വരെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നെ കാണുമ്പോൾ ഒരു പക്ഷെ തോന്നുന്നുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല ഇവിടെ ഷായേട്ടനൊക്കെ. പക്ഷെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്താവുമോ എന്നുള്ളത്. കാരണം ഇപ്പം എന്തെങ്കിലും വന്നാൽ നമുക്ക് ഭയങ്കര, അതായത് കുട്ടിപ്പട്ടാളങ്ങളുടെ കാര്യം ആലോചിച്ചിട്ടാണ്. നമുക്ക് ആരോടും ഇവരെ നോക്കിയിട്ടാന്ന് ഏൽപ്പിച്ച് പോകാൻ പറ്റുന്നവരല്ലല്ലോ അവരങ്ങനെയുള്ളതല്ലല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ വേറെ വല്ല പശു അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അതിന് കൊടുക്കാം, അല്ലെങ്കിൽ ആരെങ്കിലോട് കുറച്ച് വെള്ളം കൊടുക്കാൻ പറയാമെന്ന്. പക്ഷേ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ കാര്യത്തിൽ അതൊന്നും പറ്റില്ല. ഞാൻ അവരെ കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ, മക്കളെ കുറിച്ച് കൂടി ചിന്തിച്ചില്ല. കാരണം അവരൊക്കെ ഒത്തിരി മുതിർന്നു, അവരെ കാര്യങ്ങളൊക്കെ ആവാറായല്ലോ. പക്ഷെ അവരെ കുറിച്ച് മാത്രം ചിന്തിച്ചു. പിന്നെ എനിക്ക് ഷായിട്ട് ഒരുമിച്ച് മാറി നിൽക്കാൻ പറ്റില്ല, എന്തെങ്കിലും വന്നാൽ അങ്ങനത്തെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ ആ പേടിക്ക് മാറി. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് എല്ലാവരും പറയാം, കാരണം തുടക്കം കണ്ടുപിടിക്കുകയാണെങ്കിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തോളോ, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പോവാം. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഡോക്ടർ എന്നിട്ടാണെന്നറിയും, പിന്നെ ഇപ്പോഴും എനിക്ക് പാല് വന്നെന്ന് പറഞ്ഞപ്പോഴേ ഡോക്ടർ പറഞ്ഞു അത് പ്രസ് ചെയ്യുമ്പോഴാണോ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതേന്ന്. അപ്പോൾ അങ്ങനെയുള്ളത് പേടിക്കും വേണ്ടാന്ന് ഡോക്ടർ പറഞ്ഞു. കാരണം എന്താണെങ്കിൽ നമ്മൾ ഈ ബ്രസ്റ്റ് ഫീഡിങ് നടത്തിയിട്ടുള്ള എല്ലാവർക്കും അതിൽ ഓൾറെഡി പാല് നിൽക്കുന്നുണ്ടാവുന്നു. ചിലവർക്ക് ഒരു പക്ഷേ അതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ചിലവർക്ക് വരാം, അങ്ങനെ അമർത്തുമ്പോൾ മാത്രം. അല്ലാതെ വെറുതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മളിതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ടതെന്നും കൂടി ഡോക്ടർ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് നടത്തിയൊരു സ്കാനിങ് ആയിരുന്നു എൻ്റെ. അതുമാത്രമല്ല ഞാൻ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കി പിറ്റേ ദിവസം രാവിലെ എനിക്ക് തോന്നുകയാണ് ഒന്ന് വിളിച്ചൊന്ന് ബുക്ക് ചെയ്താലോ എന്ന് വെച്ചിട്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ ചോദിക്കുകയും ചെയ്തു. ഫോൺ വിളിക്കുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് ഞാൻ ആരെ കാണിക്കേണ്ടതെന്ന്. അപ്പോൾ അവരെന്നെ പറഞ്ഞു ഒരു സർജനെ കാണിച്ചോ. അപ്പോൾ അങ്ങനെ പേര് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ തന്നെ ബുക്ക് ചെയ്ത് അങ്ങനെ പോവാട്ടോ ചെയ്തത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, സമാധാനമായി. പിന്നെ എനിക്ക് ഈ ഒരു സമയത്തിട്ടാ ഒരു കാര്യം എടുത്ത് പറയണം. ഞാൻ സ്കാനിങ്ങിന് പോണേക്കാളും മുന്നായിട്ട്
ഞാൻ എൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ഒത്തിരി പേര് കുറേ പേര് നമ്മുടെ അടുത്തേക്ക് സ്മിതനെ കാണണം എന്ന് ഒത്തിരി പേര് നമ്മളോട് പറയുന്നുണ്ട്, ഒത്തിരി പേര് വരണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആരെടുത്തും ആന്നൊന്നും മൂളണില്ല. കാരണം ഒന്നാമത് നമ്മുടെ ചെറിയൊരു സമയക്കുറവ്. എനിക്ക് ആ കാരണം ഒരാൾ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് അവരുടെ അടുത്ത് ഇത്തിരി സമയം ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ കുട്ടിപ്പണ്ടാണ് ഭയങ്കര കുറയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആരോടും ആന്നൊന്നും മൂളാറൊന്നുമില്ല. പക്ഷെ 2 പേരിട്ടാ അവർ കൊല്ലത്തു നിന്നാണ് വരുന്നത്. അവർ ഗുരുവായൂർക്ക് പോവാണ്. വഴിക്ക് ഇതേപോലെ ഇവിടെ ഇറങ്ങി എന്നെ കണ്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു അവർ മുന്നേ ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു 2 പ്രാവശ്യം, അന്നൊന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഗുരുവായൂർക്ക് പോവല്ലേ, ഞാനിതാ ഒരു സ്കാനിങ്ങിന് പോവാൻ നിൽക്കുകയാണ്, എന്തായാലും ഭഗവാനോട് എൻ്റെ കൂടി കാര്യം പറഞ്ഞോളോട്ടാന്നും കൂടി ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവരത് കാണുന്നുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവർ പറഞ്ഞു സ്ഥിരം എല്ലാ വീഡിയോയും കാണുന്നതാണ്. അപ്പോൾ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഒത്തിരി സന്തോഷം. സ്കാനിങ്ങിന് പോയി, എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക 2 ദിവസമായിട്ട് ഇത്തിരി പേടിയിലൊക്കെ ആയിരുന്നു. അതിനൊക്കെ ഒരു സമാധാനം കിട്ടി. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന ഒത്തിരി പേരെ കണ്ടു കേട്ടോ. നേഴ്സുമാരും കാണുന്നവരുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവിടെ വന്നിട്ടുള്ള പലരും നമ്മൾ അറിയുന്നവരുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോണേക്കാളും മുന്നേ നോക്കിയാൽ ഇവിടെ കുറേ നമ്മുടെ എന്താ പറയുക ചോളം അതേപോലെ പയറ് അതൊക്കെ നിന്നിരുന്ന ഭാഗമൊക്കെ വലിച്ച് ചാലിക്കിട്ടുണ്ടായിരുന്നില്ലേ. നോക്കിയാൽ ഞാൻ വരുമ്പിക്ക് ഷായിട്ട് അതൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ടല്ലേ ഷായിട്ട് ഇവിടെ. ഒരു മഴ പെയ്ത് ഞാൻ 2 പ്രാവശ്യം ഓടി കയറി. അവിടെ മഴ പെയ്തിട്ടില്ല കേട്ടാ. നമ്മള് ഞാൻ ഹോസ്പിറ്റലിന്റെ ഉള്ളിലിരിക്കുമ്പോ മഴ പെയ്തൊന്നും അറിയില്ല, കേറുമ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടാ ഇങ്ങനെയാകുമ്പോഴേ ആകെ ചെളി പിളിയാവും. അതാണ്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചേട്ടാ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോഴേ ഷായിട്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്ന അടുത്ത് ചോദിക്കണതാട്ടാ. ടെൻഷൻ ഇല്ലാണ്ടിരിക്കില്ലല്ലോ. എന്തായാലും അസുഖം ഇപ്പം ആർക്കും വരാം, എന്നാലും നല്ലൊരു ടെൻഷനാണ് നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശുപത്രിയായിട്ട് ഒരു ബന്ധപ്പെട്ട് നടക്കാന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യമല്ലല്ലോ എന്തായാലും. അതന്നെ. പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുണ്ട്. അതായത് ഞങ്ങളിപ്പോൾ എങ്ങടെയെങ്കിലും മാറി നിന്നുണ്ടെങ്കിൽ ഒന്ന് അവരെ കാര്യം ഞങ്ങൾക്ക് 2 ആൾക്കും കൂടി ഒരുമിച്ച് ഞങ്ങളുടെ ഒരാവശ്യത്തിനും ഒപ്പം മാറിക്കാൻ പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ടെൻഷൻ. അതുകൊണ്ടാണ് ഇപ്പോൾ സ്മിതനെ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ ഞാൻ മോനെ വിട്ടത്. എന്നുവെച്ചാൽ ഒരാളിവിടെ വേണം എന്തായാലും. അപ്പോൾ പോയിട്ട് കുഴപ്പമുണ്ടായില്ലല്ലോ, അത് മതി. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല. ഇനി നമുക്ക് അവിടുത്തെ പറമ്പിൽ പോകണം ചേട്ടാ. ഞങ്ങൾ പോട്ടെ അവിടെ കൊറേ കഴിഞ്ഞാനേ. പക്ഷെ ഈ മഴ പെയ്യാ ഓടി കയറാം. പിന്നെ കളിക്കാൻ സുഖം ഉണ്ടാവില്ലല്ലോ അല്ലേ. നമുക്ക് മഴ പെയ്യുമ്പോ അപ്പൊ വെള്ളം നിൽക്കും. മാക്സിമം നമ്മളിങ്ങനെ പൊലി കൂട്ടിയിട്ട് വെക്കണം. ആ വെള്ളം നിൽക്കണ ഒരു പാട് കണ്ട പെയ്യുമ്പോഴേക്കും നിൽക്കും. ഇങ്ങനെ പൊലി കൂട്ടി നിർത്തണ കാരണമാണ് നമ്മളിവിടെ തക്കാളി തൈ നട്ടിട്ടും കണ്ട അത്ര അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് വരുന്നില്ല. ഒന്ന് ഉഷാറായിട്ട് വരുമ്പോഴേക്ക് അപ്പോഴേക്ക് 2 ദിവസം അടുപ്പിച്ച് മഴ പെയ്യുമ്പോഴേക്കും അവർ വീണ്ടും തലകുത്തി വീഴും. അങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞു പോവാം നമുക്കല്ലേ. പോകുമ്പോഴേ ഒരു കൊള്ളിക്കട പറിച്ചു വെച്ചിട്ടുണ്ട്, അതെടുത്തോളാം. മറക്കണ്ട. ഇല്ല മറക്കില്ല. പിന്നെ നമ്മൾ യൂണിക് ഫാമിലി 2.0 ഇട്ടിട്ടുള്ള പാചകം ചപ്പാത്തിയും അതേപോലെ തന്നെ നല്ല വെജിറ്റബിൾ കറിയാണ് കേട്ടോ. നല്ല സോഫ്റ്റായ ഇതേപോലെ നന്നായിട്ട് പോളിച്ച് വരുന്ന ചപ്പാത്തിയാണ് കേട്ടോ നമ്മൾ ഈ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ റെസിപ്പി ഞാൻ തയ്യാറാക്കിയത് നമ്മൾ ഹോസ്പിറ്റലിൽ പോണ ദിവസമല്ല കേട്ടോ, അതിൻ്റെ തലേദിവസമായിട്ടാണ് അതിലേക്കുള്ള ഈ പാചകം നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ. അടിപൊളി കറിയാ, കറിയും ചപ്പാത്തി അടിപൊളി. നോക്കിയേ ഭയങ്കര രസമാട്ടാ ശരിക്കും. ഇതൊക്കെ ശരിക്കും ഒറ്റപ്പെടുത്തതിന് പിടിച്ച് കഴിക്കാനുള്ളതാണല്ലോ. അപ്പം എല്ലാവരും ഇത് നോക്കിയോളോ, സോഫ്റ്റ് ചപ്പാത്തിയും കറിയും അടിപൊളി വെജിറ്റബിൾ കറി. നമ്മുടെ ഈ പരിപാടികളൊക്കെ കാണാനായിട്ടേ യൂണിക് ഫാമിലി 2.0 പോണോട്ടാ. ഇന്ന് നമുക്കുണ്ടല്ലോ ബർത്ത്ഡേ വിഷ് ചെയ്യാനും അതേപോലെ തന്നെ ഹായ് പറയാനുണ്ട് കേട്ടാ. മോളി ജോൺസിൻ്റെ മകളുടെ കുട്ടിയുടെ പിറന്നാളായിരുന്നു ഇന്നലെ ജൂൺ 22-ാം തീയതി. അപ്പോൾ ജൂൺ 22-ാം തീയതി ബർത്ത്ഡേ ആഘോഷിച്ച ആൻഡ്രിയ മോൾക്ക് ആൻറ്റിയുടെ ഹാപ്പി ബർത്ത്ഡേ. ഇനി നമുക്ക് ഹായ് പറയാനുണ്ട് കേട്ടാ. കീർത്തന മോഹൻ ഹായ് കീർത്തനേച്ചി. ഡാലിയ ഔസപ്പ് ഹായ് ഡാലിയ. ഇനി നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോവാട്ടാ. ആയോട്ടാ. അപ്പോൾ ഇതാ നമ്മൾ ഈ പറമ്പിൽ വന്നു കേട്ടാ. അപ്പോളേ നോക്കിയേ നമ്മുടെ ഉണ്ടമുളക് നല്ല ചമ്മന്തി അരയ്ക്കാനായിട്ട്. അയ്യോ പ്രത്യേക ടേസ്റ്റാട്ടാ. അപ്പം ഞാൻ ഈ മുളക്
പൊട്ടിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് പോകുമ്പോൾ. അപ്പം അതിന് മുന്നേ പൊട്ടിക്കണേക്കാളും മുന്നേ ആയിട്ട് നമ്മുടെ കയ്പ്പയ്ക്ക, അയ്യോ കയ്പ്പയ്ക്ക് പോയില്ലോ. നോക്കിയേ, ഞാൻ ഈ കയ്പ്പയ്ക്ക് നമ്മുടെ ഈ പുതിയ കയ്പ്പയാണിത്. അപ്പോൾ ഈ കയ്പ്പയ്ക്ക് ഈ കവറിടാൻ വെച്ചിട്ടാണ് മെയിനായിട്ട് വന്നത്. പിന്നെ കുറച്ച് ചാമ്പക്കായ നന്നായിട്ട് പൊട്ടിക്കാനുണ്ട്, അതൊക്കെ പൊട്ടിക്കണം വെച്ചിട്ട്. പക്ഷെ ഇത് 2 കയ്പ്പയ്ക്കും ഇതാ കുത്തിപ്പോയി. ഇപ്പോഴേ നമ്മുടെ കവച് തെളിച്ച് കഴിഞ്ഞ് ഈ സമയത്ത് നിൽക്കില്ലല്ലോ, കാരണം മഴയല്ലേ. കവച് തെളിച്ച് അതിൻ്റെ പിന്നാലെ ഒരു മഴ പെയ്താൽ അതൊക്കെ പോവും. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ കയ്പ്പയ്ക്ക ഉണ്ടായി തുടങ്ങുമ്പോഴേ കവർ ഇടണതേ. ഇതൊക്കെ ഇതേ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ചെറുതിട്ട് പോലും ഞാൻ കവറിടാനാണ് നോക്കണേട്ടോ. ഇട്ട് പോവാണ് ഇത് 3 ഇപ്പം ഇതേ ആയിട്ടുണ്ട്. 3നും കവറിട്ടെ. കയ്പ്പയ്ക്ക അത്യാവശ്യം നീളമുള്ളൊരു കയ്പ്പയ്ക്ക തന്നെയാട്ടത്. അത് നമുക്ക് വരുന്ന കണ്ടാൽ തന്നെ അറിയാം. വേളിക്കുട്ടി വന്നിട്ട് കേട്ടാ. അവളുടെ സ്ഥിരം ചെയ്യണ പണിയൊക്കെ പോയിട്ടുണ്ട്. എല്ലാ പറമ്പിൻ്റെ അറ്റത്തേക്കൊക്കെ ഓടിയുണ്ട്. അപ്പോൾ 3 കയ്പ്പയ്ക്ക് കവറിടാൻ പറ്റിയിട്ട് നമുക്ക്. അപ്പോൾ എൻ്റെ ഒരു കവറും കൂടി ബാക്കിയുണ്ട്. അതെന്തായാലും നന്നായിരുന്നു തോന്നുന്നു എനിക്ക്. കാരണം നമ്മുടെ ഇതിൽ ഞാൻ ചാമ്പക്കായ പൊട്ടിക്കാൻ വെച്ചിട്ട് ഈ കൊട്ടയെടുത്തതേ. അപ്പോൾ ഈ മുളകും കൂടി പൊട്ടിച്ചെടുക്കട്ടെ. ഇതിപ്പോൾ ഈ ഒരു മുളകിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ കറി വയ്ക്കുകയാണെങ്കിൽ അതിലിടുമ്പോഴില്ലേ, ആ ചിക്കൻ കറിക്ക് വേറൊരു ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് അല്ല അതേപോലെ സാമ്പാറിലിടുമ്പോൾ. ഇതിപ്പോൾ പഴുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് നേരെ കൊണ്ട് ഫ്രിഡ്ജിൽ വയ്ക്കും. പിന്നെ നമ്മുടെ വിജയിച്ച് ചമ്മന്തി അരയ്ക്കാനായിട്ട് ഇടയ്ക്ക് ചോദിക്കും. അപ്പം അങ്ങനെ വിജയിച്ചിക്കും കൊടുക്കും. നല്ല എരിവാണ്. പിന്നെ എന്ത് വയ്ക്കല്ലേ. ഓക്കേ, ഇനി നമുക്ക് ചാമ്പക്കായ പൊട്ടിക്കാട്ടാ. നമ്മുടെ ചാമ്പക്കായുടെ ഭംഗി നോക്കിയേ. അയ്യോ എന്ത് രസമെന്നറിയോ. മഴയുമ്പോഴേ അടിയിലേക്കും കുറേ കൊഴിയുന്നുണ്ട്. എന്നാലും കുറേ പൊട്ടിക്കാനുണ്ട്. പൊട്ടിച്ചെടുക്കട്ടെ. അതാണെങ്കിലും നമ്മുടെ ചാമ്പക്കായ കൊല കുത്തിയാണ് ഉണ്ടാവുക. അതാണ് ഏറ്റവും പ്രത്യേകത. അത് കാരണം വെയിറ്റ് നോക്ക് കണ്ട. വെയിറ്റ് കൊണ്ട് കിടന്ന അത് കൊലയ്ക്ക് എനിക്കേ കണ്ടോ. പൊട്ടിച്ചെടുക്കട്ടെ. നോക്കിയേ കളർ നോക്ക് കണ്ടോ. ഞാനേ നമ്മുടെ ഈ കൊട്ടയിൽ തികയില്ല. ഞാനെന്തായാലും ഒരുവിധം എല്ലാം പൊട്ടിക്കുന്നുണ്ട്. ഒരു കവറ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ കവറും കൂടി എടുത്ത് അതിലും കൂടി പൊട്ടിച്ചിടാം. അയ്യോ തൊടുമ്പിക്കും കൊഴിയാ. അപ്പം നോക്കിയേ,
നമ്മൾ ഇത്രയും ചാമ്പക്കായ പൊട്ടിച്ചു കൂട്ടാ, അത് ഈ ഒരു കവറിലും പൊട്ടിച്ചു. അപ്പോൾ ഈ ചാമ്പക്കായ ഇവിടെ വീട്ടിൽ എൻ്റെ മക്കളേലും കഴിക്കൂട്ടെ. പിന്നെ അതല്ല നമ്മുടെ കണ്ണൻകുട്ടിയുടെ അനിയില്ലേ അച്ചു, അവനാണ് ഞാൻ എൻ്റെ എല്ലാ വിളിയും കാണൂട്ടോ അവൻ. ഞാൻ ചാമ്പക്കായ പൊട്ടിക്കുന്ന വീഡിയോ കാണുമ്പോഴേക്കും വിളി വരും, അമ്മായി എനിക്ക് ചാമ്പക്കായാണ്. അപ്പം ഞാൻ പറയാം അമ്മായി ചാമ്പക്കായ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഹാപ്പി. കാരണം പിന്നെ അനിയൻ വന്ന് കൊണ്ടുപോയിക്കോളും. അതേപോലെ തന്നെ ചേട്ടൻ്റെ ഉണ്ണിയുള്ളത് കേട്ടാ. അപ്പം ഞാൻ ഇന്ന് ഈ പ്രാവശ്യമില്ലേ നമ്മുടെ ഈ ചാമ്പക്കായ ഉപ്പിലിടുമ്പോൾ നമ്മുടെ ഈ മുളകില്ലേ ഇതിൽ നിന്ന് 2 മുളക് അരിഞ്ഞിടും. നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. ഇനിയിപ്പോൾ നോക്കിയേ, ഷായേട്ടനെ കൊള്ളി ഇവിടെ പറിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ചെത്തണ സമയത്ത് ഉണ്ടായിരുന്ന ഒരു കൊള്ളിക്കട കണ്ടപ്പോൾ പറിച്ചിട്ടതാ. അപ്പോൾ ഷായേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇപ്പം ഇങ്ങനെ ഇവിടെ പണിതുകൊണ്ടിരിക്കുമ്പോൾ അവൻ ചിലപ്പോൾ പണി സ്ഥലത്ത് നിന്നൊക്കെ വിളി വരിക. അപ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് പോവും അങ്ങനെ. അപ്പം അങ്ങനെ അല്ലെങ്കിൽ ഷായേട്ടൻ കൊണ്ടുവന്നു തന്നെ ഇത്. അപ്പോൾ ഇതൊന്ന് വെട്ടിയെടുക്കട്ടെ. അപ്പം എന്നോട് പറഞ്ഞു കൊള്ളി പറിച്ചിട്ടുണ്ട് കേട്ടാന്ന്. അപ്പോൾ വെട്ടുകൊത്തിയെടുത്ത് ഒന്ന് വെട്ടിയെടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഇതൊക്കെ കൊണ്ട് വീട്ടിൽ പോവാം. പിന്നെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.